ഹായ് വെൽക്കം. നമുക്കിന്ന് കലണ്ടറുകൾ മെമ്മറൈസ് ചെയ്യാം. കലണ്ടർ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു മാർഗം 2-3 മെത്തേഡുകളുണ്ട്. അതിൽ ചുരുങ്ങിയ എഫേർട്ടോടു കൂടി നമുക്ക് മെമ്മറൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നോക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ ഇയർ കോഡാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓരോ വർഷത്തിനും ഓരോ സിംഗിൾ ഡിജിറ്റാണ്. അതായത് 2020 മാത്രം കലണ്ടർ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ ഇയർ കോഡായിട്ട് ഒരു ഡിജിറ്റ് നമ്മൾ മെമ്മറൈസ് ചെയ്താൽ മതി. സെക്കൻഡ് മന്ത് കോഡാണ്. ഓരോ മന്തിനും ഓരോ ഡിജിറ്റ് വെച്ചിട്ട് 12 ഡിജിറ്റുകൾ നമ്മൾ ഓർമ്മിച്ച് വെച്ചാൽ അത് പെർമനൻ്റ് ആണ്. ഓരോ കൊല്ലം മാറുമ്പോഴും ആ കോഡ് പെർമനൻ്റ് തന്നെയാണ്. അതുകൊണ്ട് ഒരു 12 ഡിജിറ്റ് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷത്തെയും മെമ്മറൈസ് ചെയ്യാൻ ഓരോ അഡീഷണൽ ഡിജിറ്റ് നമ്മൾ മെമ്മറൈസ് ചെയ്താൽ മതി. നമുക്ക് ഓർമ്മയുണ്ടായാൽ മതി. അതായത് കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കൊല്ലവും കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ, മെമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഡിജിറ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ അറിയേണ്ടത് ലീപ്പ് ഇയേഴ്സാണ്. അതായത് നമ്മൾക്കറിയാം ഗ്രിഗോറിയൻ കാലണ്ടറിൽ 365.25, അതായത് 365 കാലാണ് ദിവസങ്ങളാണ് ഒരു വർഷം. അതുകൊണ്ട് തന്നെ 4 വർഷങ്ങൾ കൂടുമ്പോൾ ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികം കിട്ടും, 29 വരും. ആ 29 വരുന്ന വർഷത്തെയാണ് നമ്മൾക്കറിയാം ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. 2000 ഉദാഹരണത്തിന് 2000 എന്ന് പറയുന്നത് ലീപ്പ് ഇയറാണ്. പിന്നെ 2004, 8, 2008, 2012, 2016, 2020 ലീപ്പ് ഇയറാണ്. അങ്ങനെ പോകും. ഓരോ 4 വർഷം കൂടുമ്പം. അത് സെഞ്ച്വറീസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1900, 2000 അങ്ങനെയാണെങ്കിൽ 400 കൊണ്ട് ശിഷ്ടം വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ലീപ്പ് ഇയറാണ്. അപ്പം ലീപ്പ് ഇയർ ആണെങ്കിൽ വേറൊന്നുമില്ല, ഒരു കാൽക്കുലേഷനിൽ 1 കുറക്കാനുണ്ട്, അത്രേ ഉള്ളൂ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് കലണ്ടർ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഇയറിന് ഓരോ കോഡുണ്ട്, ഓരോ വർഷത്തിനും ഓരോ കോഡുണ്ട്. ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ടേബിൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതൽ വർഷത്തേക്കും കൂടുതൽ ഇയറിലേക്കും മെമ്മറൈസ് ചെയ്യുന്ന ഓപ്ഷൻ വേറെ ഉണ്ട്. കുറച്ചുകൂടി ചെറിയ ഒരു എഫേർട്ടും കൂടി കൂടുതലുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ അത്ര ഒരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ്. അത് 2020 നമുക്ക് നോക്കാം. ഇവിടെ 2020 നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇയർ കോഡ് 4 എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ മാത്രം മനപ്പാടാക്കണമെങ്കിൽ നമ്മൾക്ക് 4 എന്ന കോഡാണ് ഇയർ കോഡ് മെമ്മറൈസ് ചെയ്യേണ്ടത്. ഇനി മാസത്തിന് നമുക്ക് ഇവിടെ ഓരോ മാസത്തിനും ഓരോ കോഡ് വെച്ചിട്ടുണ്ട്. ഈ കോഡ് മെമ്മറൈസ് ചെയ്ത് വെക്കണം. അതായത് ജനുവരി ആണെങ്കിൽ 6 ആണ് കോഡ്. അതിനൊരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഫെബ്രുവരിക്കും ജനുവരിക്കും അത് പറയാം. അത് ലീപ്പ് ഇയറായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഏതായാലും നമുക്ക് മെമ്മറൈസ് ചെയ്യുമ്പം 6, 22, 503, 514, 624 ഇങ്ങനെ 12 മാസങ്ങൾക്കും നമ്മൾക്ക് കോഡുണ്ട്. ഇനി ഈ 2 കോഡും പിന്നെ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ കോഡുണ്ട്. അത് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് വളരെ ഈസിയാണ്. ഉദാഹരണത്തിന് നമ്മൾക്ക് ഇന്ന് 21/4/2020 21/4/2020 എന്ന് പറയുന്ന ദിവസം നമുക്കിവിടെ കലണ്ടറിൽ നോക്കാം. ഇവിടെ ചൊവ്വാഴ്ചയാണ്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇയർ കോഡ് നമുക്കറിയാം, ഇയർ കോഡ് 4 പ്ലസ് ഇന്നത്തെ ഡേറ്റ് 21 21 പ്ലസ് മന്ത് കോഡും കൂടെ ആഡ് ചെയ്യണം. അതായത് ഇയർ കോഡ്, മന്ത് കോഡ് പ്ലസ് ഡേറ്റ് ആഡ് ചെയ്യുക. നമ്മൾക്കിവിടെ അറിയാം ഏപ്രിലിൽ 5 ആണ് നമ്മൾ ഏപ്രിലിലെ മന്തിൻ്റെ കോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ 5 കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 ആണ്. 30. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കാണാം. ഈ 30യിൽ നിന്ന് 7ൻ്റെ ഗുണനം, അതായത് ഏറ്റവും വലിയ 7ൻ്റെ ഗുണിതം, അതായത് 7ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 7, 14, 21, 28, 35 ഇങ്ങനെയാണ് പോവുക. അപ്പോൾ അത്രയും പഠിക്കണ്ടു. അതിൻ്റെ മുകളിലുള്ള 7ൻ്റെ ഗുണനം എന്ന് പറയേണ്ട, അത്രയും 7ൻ്റെ ഗുണനം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് ഈ 30 എന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 7ൻ്റെ ഗുണിതം 28 നമ്മൾക്കറിയാം. 28. അപ്പോൾ 7, 14, 21, 28. അപ്പോൾ 28 28 പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക 30 - 28 =
2 ഇനി നമ്മളിവിടെ കാണാം ഈ 2 നമ്മൾ ഈ ഡേയ്സ് കോളത്തിൽ പോകേണ്ടത്. ഒന്നുമില്ല, സൺഡേ എന്ന് പറയുന്ന തുടങ്ങുന്ന ദിവസമായിട്ട് കാണുക. ഒരു വീക്ക് തുടങ്ങുന്നത് സൺഡേ ആണ്. അപ്പം ഞായർ എന്ന് തുടങ്ങുന്നത് 0 ആണ്, തുടങ്ങുന്നത് 0. പിന്നെ മൺഡേ 1, 2, 3, 4, 5, 6 ശനിയാഴ്ചയാണ്. അപ്പം ഇവിടെ അറിയാം 2 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. നമ്മൾക്കറിയാം ഇന്ന് ചൊവ്വാഴ്ച തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു ദിവസം നോക്കാം. കഴിഞ്ഞ വർഷം ഡിസംബർ 30 തിങ്കളാഴ്ചയാണ്. ഡിസംബർ 30 തിങ്കളാഴ്ചയാണ്. 30/12/2019 നമുക്ക് നോക്കാം. 2019 കോഡ് 2 ആണ്. അപ്പോൾ +2 + 30 ഡേറ്റ്, പ്ലസ് ഡിസംബറിൻ്റെ കോഡ് 4 36 കിട്ടി. നമ്മൾക്കറിയാം 35 നിയറസ്റ്റ് 7ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൺഡേ ആണെന്ന്. ഇതാണ് മെത്തേഡ്. വളരെ ഈസിയാണ്. മെമ്മറൈസ് ചെയ്യേണ്ടത് ഒരു 3 കൊല്ലത്തെ നമ്മൾക്കിതിൽ കുറച്ച് ടഫായിട്ടുള്ളത് ഈ മാസത്തിൻ്റെ കോഡുകൾ മെമ്മറൈസ് ചെയ്യുന്നുള്ളതാണ്. ഇനി വേറൊന്ന്, 2020 ജനുവരി ഫെബ്രുവരി, അതാണ് പറയാൻ പോകുന്നത്. ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്ന മാസം 2020 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഡിജിറ്റ് കുറക്കണം. നമുക്ക് കിട്ടുന്ന ആൻസറിന് ഒരു ഡിജിറ്റ് കുറക്കണം. അത് ജനുവരി ഫെബ്രുവരി മാസത്തേക്ക് മാത്രം. ഒരു ലീപ്പ് ഇയറിൻ്റെ ജനുവരി ഫെബ്രുവരി മാസത്തെ ഡേറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ 1 കുറക്കണം. ഉദാഹരണത്തിന് നമുക്ക് ഫെബ്രുവരി ഇവിടെ 29 ആണുള്ളത്. നമുക്ക് ഈ ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ്. ഫെബ്രുവരി 28 നമ്മൾ കാണാൻ പോകുന്നത് 28/2/2020 നമ്മൾ കാണാം. 28/2/2020 28/2/2020 ഫ്രൈഡേ ആണെന്ന് നമ്മൾക്കറിയാം. നമ്മളിവിടെ കാണാൻ പോവാണ് 28, അതായത് ഡേറ്റ് കൂട്ടണമല്ലോ, പ്ലസ് ഡേറ്റ് കൂട്ടി ഇയർ 2020 നമ്മൾക്കറിയാം 4 പ്ലസ് ഫെബ്രുവരിക്ക് കോഡ് ഇവിടെ 2 ആണ്. 2 കൂട്ടി 34 കൂട്ടി. ഇനി ഇത് ലീപ്പ് ഇയർ ആണ്. ജനുവരി ഫെബ്രുവരി മാസത്തെ കൂട്ടത്തിൽ പെടുന്നതാണ്, ഫെബ്രുവരിയാണ്. അപ്പോൾ 1 കുറക്കണം. അപ്പോൾ 33, അതായത് ലീപ്പ് ഇയർ ആണെങ്കിൽ 31 കുറക്കണം. 33 ഒഴിവാക്കാൻ പറ്റുന്ന 7ൻ്റെ മൾട്ടിപ്പിൾ 28 തന്നെയാണ്. 28 കഴിച്ച് 5 എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം ഫ്രൈഡേ ആണ്. ഫ്രൈഡേ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ലീപ്പ് ഇയറിന് ഒരു ഡിജിറ്റ് മൈനസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ 7ൻ്റെ മൾട്ടിപ്പിൾസിലേക്ക് പോകാൻ. ഇത് ഈസിയാണ്, പ്രാക്ടീസ് ചെയ്താൽ ഈസിയാണ്. ഒന്നുമില്ല, വെറും 3 കൊല്ലത്തെ നമുക്ക് പെർമനൻ്റായിട്ട് മനപ്പാടാക്കാൻ പറ്റുന്ന കോഡാണിത്. ഈ കോഡ് മാറുന്നില്ല, മാസത്തെ കോഡ്. അത് പഠിച്ചു വെക്കാൻ ഒരു മൊബൈൽ നമ്പർ, അതായത് 12 അക്കമാണ്. ഒരു മൊബൈൽ നമ്പർ മെമ്മറൈസ് ചെയ്യുന്ന അത്ര പണിയുള്ളൂ. ഒരാളെ മൊബൈൽ നമ്പർ നമ്മളെങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നു, കോഡടക്കം അത്രേ ഉള്ളൂ, 12. പിന്നെ ഉള്ളത് വളരെ ഈസിയാണ്. 245 എന്ന് നമ്മൾ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 3 കൊല്ലത്തെ മനപ്പാടായി കലണ്ടർ. ഈസിയാണ്. ഈ ടെക്നിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈസിയാണ് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇനി കൂടുതൽ വർഷത്തേത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക് യു.